ഹലോ, UFC 314 ഡീപ്പ് ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. കയ്യിൽ നിന്ന് പേനയൊക്കെ തെറിച്ചു പോയി. റൈറ്റ്, ഒരു നിമിഷം. ഓക്കെ, അപ്പോൾ എന്താണ് ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വോൾക്കനോസ്കി എങ്ങനെയാണ് ഡിയോഗോ ലോപ്പസിനെ പരാജയപ്പെടുത്തിയത് എന്നുള്ള ആഴത്തിലുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കനോസ്കി എല്ലാ അർത്ഥത്തിലും ബാക്ക് ഫുട്ടിലായിരുന്നു. ഓക്കെ, അത് സ്വാഭാവിക, എല്ലാവരും എഴുതി തള്ളിയിരുന്നു. ഞാനത് കുറ്റം പറയത്തില്ല. കാരണം നമ്മൾ ഏജ് കൊണ്ട്, പ്രായം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വോൾക്കനോസ്കിയാണ് അപ്പാപ്പൻ. പിന്നെ 2 മാരകമായിട്ടുള്ള നോക്കൗട്ട്. ഓക്കെ, ഒന്ന് പൗണ്ട് ഫോർ പൗണ്ട് മക്കാശേവ്, ഒന്ന് ടൊപ്പൂരിയ. സിമ്പിൾ നോക്കൗട്ടുകളല്ല. ഇതിനുശേഷം എല്ലാവരും തന്നെ, ആരും തന്നെ വോൾക്കനോസ്കിക്ക് ഒരു ഇത് കൊടുത്തിരുന്നില്ല ഫൈറ്റിന് മുമ്പ്. പക്ഷേ എല്ലാവരുടെയും എല്ലാ സംഭവങ്ങളും തെറ്റിച്ചുകൊണ്ട് വോൾക്കനോസ്കി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ദാറ്റ് വൈ ഈസ് ഹി കോൾഡ് ആസ് ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ വട്ടപ്പേര് ഗ്രേറ്റ് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം കാണിച്ചിരിക്കുകയാണ്. എനിക്ക് പ്രഡിക്ഷൻ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇത്തിരി പണിയായിപ്പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലും ഇട്ടേനെ. പക്ഷേ ഞാനും ഒരുപക്ഷെ ചിലപ്പം ലോപ്പസിനൊക്കെ ആയിരിക്കും ഞാനും കൊടുക്കുക. എനിക്ക് സംശയമായേനെ, ഞാനും മനുഷ്യനല്ലേ. നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തെറ്റിച്ചുകൊണ്ട് വോൾക്കനോസ്കി ഗ്രേറ്റ്. ഇതൊരു ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ പറഞ്ഞിരുന്നു. വോൾക്കനോസ്കി ചാമ്പ്യൻ ആയത് കണ്ടപ്പോൾ, അതായത് ഒരു പക്ക മോട്ടിവേഷണൽ തെറാപ്പി പോലെ ആയിപ്പോയി നമുക്ക്. അതായത് മോട്ടിവേഷണൽ സെഷൻ പോലെ ഒരു എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു വോൾക്കനോസ്കിക്ക് ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഫാൻസാണ്. ആരും പുള്ളിയെ വെറുക്കുന്നില്ല. ഭയങ്കര സംഭവമായിപ്പോയി. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇതും പറഞ്ഞിരുന്നു. അതായത് UFC 314 മൊത്തത്തിൽ ഒരു ഹൈപ്പില്ലാതെ വന്ന ഒരു പടം കയറി സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ വലിയ ലീഗസിക്കാരില്ല, സൂപ്പർ താരങ്ങളില്ല, പക്ഷേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എല്ലാം ആ ഒരു മെയിൻ കാർഡിലെ ഫൈറ്റ്സ് എല്ലാം തന്നെ. അപ്പോൾ തൽക്കാലം ഇപ്പം നമുക്ക് വോൾക്കനോസ്കി ലോപ്പസിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ കുറച്ച് ആഴത്തിലെ ചിന്താഗതികൾ. അപ്പോൾ എല്ലാ ദേശക്കാരും, എല്ലാ നാട്ടുകാരും അനാലിസിസ് നടത്തുന്നുണ്ട് ആ ഫൈറ്റിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള. അതായത് വോൾക്കനോസ്കിയുടെ ജാബ്, പിന്നെ വോൾക്കനോസ്കിയുടെ ലെഗ് കിക്ക്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് വ്യൂസ് വരുന്നുണ്ടോ, സബ്സ്ക്രൈബർ ഉണ്ടോ, ഇതൊന്നും നമ്മൾ ബോദർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ കണ്ടന്റ്, ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്ന കണ്ടന്റ് എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിന്താഗതി വ്യത്യസ്തമാക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ എപ്പോഴും ബ്രോഡായിട്ട് ചിന്തിക്കണം. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാബും ലെഗ് കിക്കും ഒക്കെ ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ആ ഫൈറ്റിൽ ലോപ്പസ് ആണ് ചെറുപ്പക്കാരൻ, നമ്മുടെ വോൾക്കനോസ്കിയാണ് അപ്പാപ്പൻ. പക്ഷേ ആ ഫൈറ്റിൽ നേരെ മറിച്ചാണ് കാണാൻ സാധിച്ചത്. അതായത് ഈ ലോപ്പസ് കാണിക്കുന്ന സ്പീഡിൻ്റെ ഡബിൾ ട്രിപ്പിൾ സ്പീഡിലാണ് വോൾക്കനോസ്കി നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലോപ്പസിൻ്റെ പവർ നമുക്കറിയാം. ഇടി കണക്റ്റ് ആകുകയും ചെയ്തു, വോൾക്ക് താഴെ വീഴുകയൊക്കെ ചെയ്തു. അത് ഇനിയും കണക്റ്റ് ആയിരുന്നെങ്കിൽ വോൾക്ക് ചിലപ്പോൾ താഴെ പോയിരുന്നു. പക്ഷേ കണക്റ്റ് ആവുന്നില്ല. വോൾക്കിൻ്റെ സ്പീഡ് ആ രീതിയിലായിരുന്നു. വോൾക്കിൻ്റെ ടൈമിംഗ് പെർഫെക്റ്റ് ആകുന്നുണ്ടായിരുന്നു. ലോപ്പസിന് അങ്ങോട്ട് ടൈമിംഗ് കണക്റ്റ് ആവുന്നില്ല. അപ്പർ കട്ടൊക്കെ വീണ്ടും മിസ്സാവുന്നുണ്ടായിരുന്നു. പക്ഷേ വോൾക്ക് ഡബിൾ ട്രിപ്പിൾ സ്പീഡിൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഇത് വലിയ മാജിക് ഒന്നുമല്ല. അത് അധ്വാനത്തിലൂടെ സാധിക്കത്തുള്ളൂ. അത് ഹാർഡ് വർക്കിലൂടെ സാധിക്കത്തുള്ളൂ. അത് വോൾക്കനോസ്കിയുടെ പക്ക പിക്ചർ പെർഫെക്റ്റ് ട്രെയിനിങ്ങിലൂടെയാണ്. ഇപ്പോൾ ഇവർക്കെല്ലാം ഫൈറ്റ് ക്യാമ്പ് ഉണ്ടല്ലോ. ഈ ഫൈറ്റിനിടയിലല്ല മാജിക് നടക്കുന്നത്, ഫൈറ്റിന് മുമ്പാണ് അധ്വാനം നടക്കുന്നത്, ഹാർഡ് വർക്ക് നടക്കുന്നത്, ട്രെയിനിങ് നടക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, അതായത് വെൻ യു ബ്ലീഡ് ഇൻ ദ ട്രെയിനിങ് ഫൈറ്റ് ഈസി ആയിരിക്കും. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾക്ക് റിസർച്ച് നടത്തണം. വോൾക്കനോസ്കിയുടെ ഈ പ്രാവശ്യത്തെ ട്രെയിനിങ് ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇത് കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടാണ്. നമുക്ക് ആരാണ് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത്, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് ഈസിയാണ്. കാരണം എല്ലാ മനുഷ്യർക്കും, ഈ അഡ്രസ്സ് ഇല്ലാത്ത എനിക്ക് പോലും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ വോൾക്കനോസ്കിക്കും യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ നിങ്ങളും നേരെ പോയി ഒന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷമോ ഇപ്പോഴോ പോസ് ചെയ്തിട്ടോ നേരെ നമ്മൾ സഞ്ചരിക്കുകയാണ് വോൾക്കനോസ്കിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ. ഒഫീഷ്യലാണ്, ഞാൻ നടത്തുന്നതല്ല. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനൊരു ആഴത്തിലെ റിസർച്ച് നടത്തി. അതായത് നമ്മൾ തോന്നുമ്പോൾ വോൾക്കനോസ്കി ഈ ഒരു ക്യാമ്പിന് വേണ്ടി, ഡിയാഗോ ലോപ്പസ് ക്യാമ്പിന് വേണ്ടി പുള്ളിയുടെ സർവസ്വം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം പുള്ളി സാക്രിഫൈസ് ചെയ്തിട്ട് പുള്ളി ഇതിനു വേണ്ടി പക്ക ഫോക്കസ്ഡ് ആയിരുന്നു. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു
ആ 2 നോക്കൗട്ട് കിട്ടിയതിന് ശേഷം പുള്ളിയുടെ ഉള്ളിൽ ആ ഭയമൊന്നും ഇല്ലായിരുന്നു. അതായത് ജഗതി ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, അത് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിൽ തോറ്റ് ജയിച്ചു, പക്ഷെ ഞാനൊരു ഫൈറ്റ് കൊടുക്കും അവന്. അങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഈ വോൾക്കനോസ്കി അതിനകത്ത് എപ്പിസോഡായിട്ടാണ് ഫൈറ്റ് ക്യാമ്പ് ട്രെയിനിങ്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പ്രീ ക്യാമ്പ് ബിഫോർ ദ ഫൈറ്റ് ക്യാമ്പ്, അതായത് ഫൈറ്റ് ക്യാമ്പിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു സജ്ജീകരണം പുള്ളിയെ എല്ലാം കറക്റ്റായിട്ട്. അത് ഞാൻ ഒരു ഫൈറ്ററിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഫൈറ്റ് ക്യാമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പ്, പ്രീ ക്യാമ്പ്, ഇതിനുശേഷം പുള്ളി ഫൈറ്റ് ക്യാമ്പ് തുടങ്ങുകയാണ്. ആൻഡ് എപ്പിസോഡ് 1, എപ്പിസോഡ് 2, എപ്പിസോഡ് 3, 4, 5 എന്ന് പറഞ്ഞ് പുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതും ഈ ഫൈറ്റ് ക്യാമ്പുകളെല്ലാം തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രൈക്കിംഗ്, പിന്നെ ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ്, ഇത് വളരെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി നടത്തുന്നത്. പുള്ളി ലോകത്തിലുള്ള സർവ്വ വാരിയേഴ്സിനെയും യോദ്ധാക്കളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചില അപ്രത്യക്ഷമായ ആളുകൾ, അതായത് ഈ എന്താ മറ്റേ പുള്ളിയുടെ പേര് നമ്മുടെ ഇസ്രായേൽ അഡിസാനിയൊക്കെ അറിയാമല്ലോ, ഇവരുടെ കൂട്ടുകാരാണ്. അതൊക്കെ ഓക്കെ. ആൽജോയിൻ്റെ കൂടെ അൽജമൈൻ സ്റ്റെർലിങ്ങിനെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല, എനിക്കറിയത്തില്ലായിരുന്നു. അതായത് ഈ വോൾക്കും ആൽജോയും തമ്മിൽ വലിയ കോൺടാക്റ്റ് ആണെന്നുള്ളത്, വലിയ ചങ്ക് ഫ്രണ്ട്സ് ആണെന്നുള്ളത്. പക്ഷേ ആൽജോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വോൾക്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആൽജോയും വോൾക്കും കൂടെ ആണ് ഗ്രാപ്ലിംഗ് പ്രാക്ടീസും ഇവരൊക്കെ ചെയ്യുന്നത്. ആരുടെ മേൽനോട്ടത്തിൽ? നമ്മുടെ ലോകപ്രശസ്ത BJJ താരമായിട്ടുള്ള ക്രേഗ് ജോൺസ് പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഫസ്റ്റ് ഫൈറ്റിൽ, മക്കാഷേവിൻ്റെ ഫസ്റ്റ് ഫൈറ്റിൽ വോൾക്ക് അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ചത്. അങ്ങനെ ഇവരുടെ എല്ലാം, പിന്നെ നല്ലൊരു സ്ട്രൈക്കിംഗ് കോച്ചുണ്ട്, ഇവരുടെ എല്ലാം മേൽനോട്ടത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് വോൾക്ക് നല്ല രീതിയിൽ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനപ്പുറത്തൊരു അധ്വാനം പറ്റത്തില്ല. ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഫൈറ്റിൽ കണ്ടത്. എനിക്കതാണ് ഫീൽ ചെയ്തത്. എനിക്കത് നമ്മൾ ഇത്തിരി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, വളരെ ആഴത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ആ ഫൈറ്റ് ക്യാമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു 5 എപ്പിസോഡോളം ഇട്ടിട്ടുണ്ട് നമ്മുടെ വോൾക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു അധ്വാനം പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഇടയ്ക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ഈ കുക്കിംഗ് ഉണ്ട് പുള്ളിക്ക്, അറിയാമല്ലോ വോൾക്കിന് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. കുക്കിംഗ്, പിന്നെ ട്രക്കിൽ അടിച്ചു പൊളിക്കാൻ പോകുന്നു, പിന്നെ അതായത് യാത്രകൾ, ട്രാവലിങ്, ക്രൂയിസ്, പിന്നെ നമ്മുടെ നീന ഡ്രാമ ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു എപ്പിസോഡ്, ഇങ്ങനെ. പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് ഇതിന് തൊട്ടുമുമ്പുള്ള ഫൈറ്റ് ഏതായിരുന്നു? ടൊപ്പൂരിയ ഫൈറ്റ് ആയിരുന്നു. അതിലേക്ക് ഞാൻ വരുവാണ്. അതിനെ അപേക്ഷിച്ച് ഈ ക്യാമ്പ് പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു. പുള്ളിക്ക് തോറ്റാലും ജയിച്ചാലും ഒന്നും പ്രശ്നമില്ല, പക്ഷെ പുള്ളി കംപ്ലീറ്റ് ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള, അതാണ് എനിക്ക് പുള്ളിയുടെ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് മനസ്സിലായത്. ആൻഡ് അതായത് ഫൈറ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റും, സ്ട്രൈക്കിങ്, ഗ്രാപ്ലിങ്, പിന്നെ ഡയറ്റ്, ഇതെല്ലാം യൂട്യൂബ് ചാനലിലുണ്ട്. അതായത് വോൾക്ക് ഈ ക്യാമ്പിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഡയറ്റ്, ഏത് ഹോട്ടലിലേക്കാണ് പോകുന്നത്, എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ചാനലുകളിൽ കൊടുത്തിട്ടുണ്ട്. എത്ര മനോഹരമാണ്, എത്ര രസകരമാണെന്ന് അറിയാം ഇത് കാണാനായിട്ട്. ഞാൻ ഈ വീഡിയോയ്ക്ക് റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ ഇതിനു മുമ്പും വോൾക്കിൻ്റെ ഒഫീഷ്യൽ ചാനലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ജസ്റ്റ് കണ്ടിട്ടങ്ങ് ഇറങ്ങും. പക്ഷേ ഇത് വളരെ ആഴത്തിൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഐഡിയ കിട്ടി. വളരെയധികം ഹാർഡ് വർക്ക്. സോ ഇയാൾ ട്രെയിനിങ് ക്യാമ്പിൽ മൊത്തത്തിൽ അങ്ങ് കൊടുത്തു, ഇയാളുടെ ശരീരവും ആത്മാവും എല്ലാം കൊടുത്തു. അപ്പം ഫൈറ്റ് ഇയാൾക്ക് ഈസി ആയിരുന്നു. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനായിട്ട്, അതുകൊണ്ടാണ് ജയിച്ചതെന്നാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ ഡിയോഗോ ലോപ്പസ് മോശമാണെന്നല്ല. ഡിയോഗോ ലോപ്പസ് ഒരു നല്ല ഫൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് റോബറിയാണ്, ഡിയോഗോ ലോപ്പസ് ആണ് ജയിച്ചതെന്നൊക്കെ കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. ഞാനത് കമോൺ വോൾക്കാണ് ജയിച്ചത് മാൻ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത് വെറുതെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരു ഡൗട്ട്, അപ്പം ഒരു സംശയം വന്നേക്കാം. അപ്പോൾ ടൊപ്പൂരിയയുടെ സമയത്ത് ആ ഫൈറ്റിൽ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന്. യെസ്, ടൊപ്പൂരിയയുടെ ഫൈറ്റിന് മുമ്പും ഇതുപോലുള്ള വീഡിയോസ് വോൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താ ഫീൽ ചെയ്യുമെന്നറിയോ, വോൾക്ക് അതിനകത്തൊരു എപ്പിസോഡിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി, ഇത്തിരി കൂടി ബാക്കിലേക്ക് പോകണം, അത് UFC 298 ആയിരുന്നു തോന്നുന്നു. വോൾക്ക് ടൊപ്പൂരിയ ട്രെയിനിങ് ക്യാമ്പും വോൾക്ക് ഡിയാഗോ ലോപ്പസ് ട്രെയിനിങ് ക്യാമ്പും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇത്തവണ വോൾക്ക് വാസ് ലൈക്ക് എൻ എൻലൈറ്റൻഡ് ഫെലോ. അതായത് ആ തോൽവിയൊക്കെ വന്നു കഴിഞ്ഞ് പുള്ളി ഒരു ഇരുത്തം വന്ന മനസ്സാണ് പുള്ളിക്ക്. പക്ഷേ ടൊപ്പൂരിയുടെ സമയത്ത് പുള്ളി ഇമ്മീഡിയറ്റ്ലി ആ മക്കാഷേവിൻ്റെ നോക്കൗട്ട് കഴിഞ്ഞ് വരുവാണ്. ഒരുപാട് പുള്ളിക്ക് പുള്ളിയുടെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു എപ്പിസോഡിൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പുള്ളി അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വീഡിയോയിൽ ഇങ്ങനെയാണ്, ഐ എം പ്രെഡിക്റ്റിംഗ് മൈ ഫൈറ്റ് അഗൈൻസ്റ്റ് ടൊപ്പൂരിയ. പുള്ളി പറയുന്നത് ഞാൻ ടൊപ്പൂരിയനെ ഒരു പാഠം പഠിപ്പിക്കും. വോൾക്ക് പറഞ്ഞാണ്, ഞാൻ ടൊപ്പൂരിയനെ ഒരു പാഠം പഠിപ്പിക്കും, ഞാൻ 1ാം റൗണ്ടിൽ തന്നെ ഐ വിൽ ഫിനിഷ് ഹിം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അതിനകത്ത് ഇട്ടിട്ടുമുണ്ട് ആ വീഡിയോയിൽ, സർപ്രൈസിംഗ്ലി.
പക്ഷേ അറിയാം എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാം. അപ്പോൾ അത് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അതിനുശേഷം പുള്ളിക്ക് ഒരു ഐ ഓപ്പണറായിപ്പോയി. അതെന്തായാലും ഞാൻ പറഞ്ഞത് അത് നന്നായി. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ വോൾക്കിനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ആഴത്തിലൊരു റിസർച്ച് നടത്തി. നിങ്ങൾ നടത്തണം, മനോഹരമായിരിക്കും, നിങ്ങൾ എൻജോയ് ചെയ്യും വോൾക്കനോസ്കിയുടെ ആ ഒരു കണ്ടന്റ്. ഞാൻ 1-2 വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നേരെ യൂട്യൂബിൽ പോയി അലക്സാണ്ടർ വോൾക്കനോസ്കി എന്ന് അടിച്ചാൽ മതി, ഫസ്റ്റ് റിസൾട്ട് തന്നെ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ആഴത്തിലേറിയ ഒരു ചർച്ച എന്ന് പറഞ്ഞത്. അതായത് വോൾക്കനോസ്കിയുടെ ട്രെയിനിങ് ആണ്, ആ ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ്, പിക്ചർ പെർഫെക്റ്റ് ട്രെയിനിങ്ങും ആ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്, ആ കുക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ പുള്ളിക്ക്, അത് കുക്കിംഗ് ആൻഡ് ട്രാവലിംഗ്, അതൊക്കെ പുള്ളിക്ക് ഒരുപാട് ഒരു ഉന്മേഷം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ 2 നോക്കൗട്ടിൽ നിന്ന് പുള്ളിനെ കരകയറ്റിയത് ഈ കുക്കിംഗ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഈ ഫുഡ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര പാഷനേറ്റ് ആണ് കേട്ടോ. ഈവൻ ഈ ട്രെയിനിങ്ങിനിടയിലും വോൾക്ക് ഭക്ഷണം വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പുള്ളിയുടെ ഫേസ് അങ്ങ് ബ്രൈറ്റനപ്പ് ആവും പുള്ളിയുടെ. അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ. ഈ ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, ഐ തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് 40%, റിമൈനിങ് 60% 60 or 70 ഈസ് ലൈക്ക് മെൻ്റൽ. ഇനി ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആഴത്തിലെ കാര്യങ്ങൾ, മൈൻഡ് സെറ്റുകൾ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്, ടേക്ക് കെയർ.